ഇപ്പോ രണ്ട് തരത്തിലുള്ള ആളുകൾ പറഞ്ഞിരുന്നു. മണമ്പൂര് പാപ്പന്റെ വേറൊരു തരത്തിലായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോ ഇത് രണ്ടും അടങ്ങിയതായി. അതായത് ഇപ്പോഴത്തെ ഇതിന്റെ രാജാധിപത്യ രഹസ്യങ്ങള് അള്ളാഹു കൊണ്ടുപോയി കാണിച്ചു തന്നു. പിന്നെ ഈ കാര്യം മറ്റുള്ളവരോട് പ്രബോധനം ചെയ്യാൻ വേണ്ടി വലുതേരി കിതാബ് നൽകി. ഈ രണ്ട് ഘട്ടം മറ്റുള്ളവർക്ക് അവർക്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇത് ഒന്നായിരുന്നു അല്ലേ? പ്രബോധനം. അപ്പോ ഇവിടെ പ്രബോധനമാണ്. നമ്മുടെ വീരാൻ പാപ്പ ഗുരു എന്നെ അവിടെ വിളിച്ചത് മാഷേന്നാണ്. ഞാൻ മാസ്റ്റർ, അതായത് ആളുകൾക്ക് ഇതായിട്ട് വരുന്നവര് വിജ്ഞാനം നൽകുന്നവനാണ്, അറിവ് നൽകുന്നവനാണ്, ആളെ ആ അറിവിലേക്ക് ഉയർത്തുന്നവനാണ്. അതാണ് ഗുരു എന്നെ വിളിച്ചത്. കാരണം ഞാൻ ഒരു മദ്രസയിൽ പഠിച്ച് അക്ഷരം അറിയാം, സ്കൂളിൽ പഠിച്ചു അക്ഷരം അറിയാം, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ആ മാഷം അപ്പൊ മാഷ് അദ്ദേഹം ആക്കണം, അദ്ദേഹം ഉദ്ദേശിച്ച മാഷ് ആക്കി തീർത്തതാണ്. അദ്ദേഹമാണ് മാഷ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്പീക്കറാണ് ഞാൻ. വീരാൻ പാപ്പ തന്നെയാണ് ആ ലോകത്തിൽ ഇരുന്ന് വിരാജിക്കുന്ന ആ ഗുരു തന്നെയാണ്. ഇതിലൂടെ പുനർജനിക്കുക എന്നിട്ട് പറഞ്ഞു. ഇതിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിലൂടെ വീരാൻ പാപ്പ പുനർജനിച്ച് അവിടുത്തെ ആത്മാവും മൂക്കിലൂടെ ആത്മാവും വലിച്ചെടുത്ത് ആ ആത്മാവും ആ സ്വരൂപവും ബീജത്തിലുള്ള സ്വരൂപവും എടുത്ത് ആ വീരാൻ പാപ്പ മാത്രമാണ് ഇവിടെ ഇതിലൂടെ പ്രകാശിക്കുന്നത്. ഇവിടെ മുമ്പുണ്ടായിരുന്ന അഹമ്മദ് കോയ എന്ന ആ മനുഷ്യനില്ല. അതാണ് ഗുരുവിനെ ഇതിലൂടെ പുനർജനിപ്പിച്ചെടുക്കാന്ന്. അതുപോലെ നിങ്ങളും ഈ യാഥാർത്ഥ്യമായ ഈ യാഥാർത്ഥ്യത്തെ, പ്രപഞ്ച യാഥാർത്ഥ്യത്തെ, ദൈവ യാഥാർത്ഥ്യത്തെ നിങ്ങളിലൂടെ പുനർജനിപ്പിച്ചെടുത്ത് നിങ്ങളും ഇതായി തീരണം. ഓക്കെ, അതിനായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വരുന്നത്, ഇത് കേൾക്കുന്നത്. അല്ലാതെ വെറുതെ പാഴാക്കി കളിയല്ല മോനെ, ഊർജം നഷ്ടപ്പെട്ടല്ല. ഓക്കെ.